മുഖ്യമന്ത്രിയുടെ മകളും എക്സാലോജിക്കും CMRലൊക്കെ കുറച്ചു കാലമായിട്ട് സൈലന്റ് ആയിരുന്നു. ഇപ്പതാ വീണ്ടും ഇടുത്തി പോലെ മുഖ്യമന്ത്രിക്കും മോള് വീണ വിജയനെതിരെ പല റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ഇനിയും ക്യാപ്സ്യൂളുകൾ പലതും ഇറക്കേണ്ടി വരും. CM വിഷമിക്കേണ്ട, ഗോവിന്ദ മാഷ് തൊട്ട് അങ്ങോട്ടുള്ള നമ്മുടെ പടയാളികളൊക്കെ അതിന്റെ പണിപ്പുരയിലാണ്. ഇതൊരു കഥയാണ്. രാഷ്ട്രീയ വേട്ടയാടലിന്റെ, ഒറ്റപ്പെടുത്തലിന്റെ, അതിജീവന പോരാട്ടത്തിന്റെ ജീവൻ ഉൾക്കൊള്ളുന്ന ഒരച്ഛന്റെയും മകളുടെയും കഥ. CPM ന്യായീകരിച്ചിട്ടില്ല, CPM ഉള്ള കാര്യം പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലേ? നിങ്ങൾ എത്ര കാലമായി വേട്ടയാടാൻ തുടങ്ങിയിട്ട്? ഇവിടെ ആരൊക്കെ വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ, കച്ചവടം നടത്തുന്നുണ്ട്? എത്ര സ്ത്രീകൾ കച്ചവടം, വ്യാപാരം നടത്തുന്നുണ്ട്? IT മേഖലയിൽ എത്ര പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്? ഇതൊരു പെൺകുട്ടി IT മേഖലയിൽ പ്രഗത്ഭയാണ്, ഒരു സംരംഭം ആരംഭിക്കുന്നു. അത് നടത്തി ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണോ? വേട്ടയാടുകയാണോ? ഒരു സ്ത്രീത്വത്തെയാണ് വേട്ടയാടുന്നത്. ഒരു സ്ത്രീയാണ് വേട്ടയാടുന്നത്, ഒരു പെൺകുട്ടിയാണ് വേട്ടയാടുന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് എന്താ അവർ ചെയ്ത തെറ്റ്? തെറ്റുണ്ടെങ്കിൽ തെറ്റുള്ളവർ കണ്ടുപിടിക്കട്ടെ, നടപടി സ്വീകരിക്കട്ടെ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് കാശ് വന്നു. അധികമൊന്നുമില്ല, 155 ലക്ഷം രൂപ. ആ കാശിന് വ്യക്തമായ രേഖകളോ അല്ലെങ്കിൽ വിശദീകരണോ നമ്മുടെ വീണ വിജയനോ വീണയുടെ കമ്പനിയോ കൊടുത്തിട്ടില്ല. അത് പിന്നെ EP പറഞ്ഞത് കേട്ടില്ലേ? മുഖ്യമന്ത്രിയുടെ മോള് പ്രഗത്ഭയാണ്, പുള്ളിക്കാരിയുടെ കഴിവും ആത്മാർത്ഥതയും കൊണ്ട് പണം സമ്പാദിക്കുന്നതിന് മാസപ്പടി വാങ്ങി, കണക്കിപ്പെടാത്ത കാശ് വാങ്ങി എന്നൊക്കെ പറയുന്നത് എന്തൊരു കഷ്ടാണ്. അന്വേഷണം നടത്തി ഒരു പുകമറ സൃഷ്ടിച്ച് മുഖ്യമന്ത്രിയിലേക്ക് എത്താനുള്ള വഴി ഇതാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് വളരെ വളരെ തെറ്റായ ഒരു നിലപാടാണ്. ഇത് തെരഞ്ഞെടുപ്പിൻ്റെ കേളിക്കൂട്ട് എന്ന രീതിയിലുള്ള പ്രചരണത്തിന് മാത്രമാണ് അവരുദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഈ പ്രതിപക്ഷം ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതല്ലേ? മുഖ്യമന്ത്രിയും മകളും ഈ കാര്യത്തിൽ നിഷ്കളങ്കരാണ്. മുഖ്യമന്ത്രിയുടെ കാര്യം പിന്നെ അറിയാലോ അല്ലേ? ലാവലിംഗ് കേസ് തൊട്ട് ഇങ്ങോട്ടൊന്ന് നോക്കിയേ, അഴിമതി എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ മുഖ്യമന്ത്രിനെ തൊട്ട് തീണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഗോവിന്ദ മാഷെ നമ്മുടെ കണക്ക് കൂട്ടിലൊക്കെ എവിടെയോ പിഴച്ചു എന്നൊരു ആശങ്കയില്ല അതില്ല കേട്ടോ. അല്ല, ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പുറപ്പെട്ട രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ കാര്യം പറയുന്നുണ്ട്. കരിമണൽ കമ്പനിയായ CMRLനെ പരോക്ഷമായി നിയന്ത്രിക്കുന്നത് നമ്മുടെ CM ആണെന്നാണ് അവരുടെ റിപ്പോർട്ടിൽ പറയണത്. നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ടൻ. AKG സെന്ററിലിരുന്ന എല്ലാവരും കുലങ്കശമായ ചർച്ചയിലാണ്. അല്ല, വീണ വിജയനെതിരെയും പുള്ളിക്കാരിയുടെ കമ്പനിക്കെതിരെ മുമ്പും പല ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ മുഖ്യമന്ത്രിയുടെ പേര് ഇപ്പം ഡയറക്റ്റ് പരാമർശിക്കുന്നത് ആദ്യമായിട്ടാണ്. സർക്കാർ വകുപ്പായ KSIDCയുടെ കാര്യം വരെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കാര്യങ്ങൾ കൈവിട്ട് പോവാണല്ലോ. കോംറേഡ്സ് ഇരിക്കുന്ന സുരക്ഷാ കവചത്തിന് കുറച്ച് കട്ടി കൂട്ടേണ്ടി വരും. ഞാൻ KSIDC നയിച്ച ഒരാളാണ്. ഞാൻ വ്യവസായ മന്ത്രിയായിരുന്നു. എൻ്റെ കീഴിലുണ്ടായിരുന്ന സ്ഥാപനമാണത്. ആ സ്ഥാപനത്തെക്കുറിച്ച് എല്ലാ കാര്യവും എനിക്കറിയാം. പിന്നെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ മേലെ ചാർത്തി കൊടുത്തത്? RAC പറയുന്ന എല്ലാം സത്യമായിരിക്കണമെന്നുണ്ടോ? ഈ ആരോപണത്തിന് ഈ ക്യാപ്സ്യൂൾ തന്നെ ധാരാളം. നമ്മുടെ EP ഭരിച്ചിരുന്ന സ്ഥാപനമാണ് KSIDC. അതേ കൂടുതൽ അർഹതയൊന്നും വേണ്ടല്ലോ അല്ലേ? അന്നേ നന്മയുടെ പാതയിലാണ് KSIDC. അതുകൊണ്ട് KSIDC എന്ന സ്ഥാപനത്തിനെതിരെ എന്ത് ആരോപണം വന്നാലും അതെല്ലാം തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. എന്നാലൊരു പെൺകുട്ടി ഇങ്ങനെ രാഷ്ട്രീയ വേട്ട നടത്താൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ കഴിയണു? വീണ വിജയൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. മണിയാശാന് വെല്ലുവിളിയായി EP സഖാവ് ഇടയ്ക്കിടയ്ക്ക് സ്ത്രീവിരുദ്ധത പറയാറുണ്ടെങ്കിലും നിങ്ങളിലെ സംരംഭകയെ ചേർത്ത് നിർത്താൻ EP സഖാവ് കൂടിയുണ്ട്. ഒരു വേട്ടയാടലിനും ഇട്ടുകൊടുക്കാൻ സമ്മതിക്കില്ല. പിണറായിയുടെ മകളെന്ന് പറഞ്ഞാൽ അവൾ ഞങ്ങളുടെ മകളാണ്. എന്താ ROC റിപ്പോർട്ട്? പോവാൻ പറയും. വീണ വിജയൻ എന്ന പ്രഗത്ഭയെ തോൽപ്പിക്കാൻ EP ഉള്ളിടത്തോളം കാലം നിങ്ങൾക്കാർക്കും കഴിയില്ല മക്കളെ. ഇതൊരു പെൺകുട്ടി IT മേഖലയിൽ പ്രഗത്ഭയാണ്, ഒരു സംരംഭം ആരംഭിക്കുന്നു. അത് നടത്തി ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണോ? എന്തായാലും ROC റിപ്പോർട്ട് വന്നതിന് പിന്നാലെ സംഭവം കയറി കത്തിയിട്ടുണ്ട്. ഇനിയും പല ടൈപ്പ് അന്വേഷണങ്ങൾ ഉണ്ടാവും. എങ്ങനത്തെ അന്വേഷണം ഉണ്ടാവുമെന്ന് നമ്മുടെ നേതാക്കൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും പ്രതിപക്ഷ നേതാവിന് ഒരു കൺഫ്യൂഷനും ഇല്ല. വീണ് കിട്ടിയ ചാൻസ് ആണ് മക്കളെ. ഇന്ന് നമ്മുടെ സതീശേട്ടൻ ഒരു കലക്കും. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ പ്രൊവിഷനിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ പരിധിയിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് CBI ആണ്. അപ്പോൾ CBIയും EDയും അന്വേഷിക്കേണ്ട കേസാണ് ഇത് എന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുന്നു. സതീശൻ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ വെച്ച് കാച്ചുണ്ടായിരുന്നല്ലോ. സതീശ, നിങ്ങളുടെ കളി മുഖ്യന്റെ അടുത്ത് വേണ്ടട്ടാ. അറിയാലോ, അന്വേഷണ ഏജൻസി ആര് വന്നിട്ടും കാര്യമില്ല. മുഖ്യമന്ത്രിയുടെ അടുത്തെത്തിയാൽ അപ്പൊ കരിഞ്ഞു പോകും. സൂര്യനാണെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? BJP ആഗ്രഹിക്കാഞ്ഞിട്ടല്ല, UDF ആഗ്രഹിക്കാഞ്ഞിട്ടല്ല. പക്ഷെ ആഗ്രഹിച്ചാലും എത്താനാവാത്ത നിലയിലുള്ള അത്രയും ദൂരത്താണ് സൂര്യനെ പോലെ. അതാ കാര്യം കേട്ടോ.
കരിഞ്ഞു പോകും. കോൺഗ്രസ് എന്തും പറയുന്നൊരു പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ VD സതീശനൊന്നും ഒരു വകതിരിവ് തന്നെ. അതുകൊണ്ട് അവർ പറയുന്നതിന് എനിക്ക് നല്ലത് മറുപടി പറയാതിരിക്കലാണ്. അതന്നെ, പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്കൊന്നും ഞങ്ങളുടെ നേതാക്കൾ മറുപടി പറയില്ല. മറുപടി ഇല്ലാഞ്ഞിട്ടൊന്നല്ല കേട്ടോ, ഞങ്ങൾക്ക് ഇഷ്ടമില്ല, അത്ര തന്നെ. വീണ വിജയന് വേണ്ടി പാർട്ടി പരിരക്ഷ കൊടുക്കുന്നുണ്ടെന്നൊരു കരക്കമ്പുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ? ഒരു കാര്യമില്ല. വീണയ്ക്ക് ഈ പാർട്ടിയുടെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയോ ഒരു പരിരക്ഷയും ആവശ്യമില്ല. അതൊന്നും മനസ്സിലായില്ല. ഒരു പരിരക്ഷയുടെ ആവശ്യമില്ല. ഞങ്ങൾ പരീക്ഷിക്കാനും പോകുന്നില്ല. ഞങ്ങളിവിടെ പറഞ്ഞത് ഇതിന്റെ പേരുപയോഗിച്ച് രാഷ്ട്രീയമായ കടന്നാക്രമണം നടത്തുകയാണ്. അതാ പ്രശ്നം. അതിനല്ലേ ഞങ്ങൾ എതിർക്കുന്നുള്ളൂ. ബാക്കി എന്താ കാര്യം? വേറെ പറയേണ്ട കാര്യമൊന്നുമില്ല. മുഖ്യമന്ത്രിയുടെ മോൾക്ക് പാർട്ടി പരിരക്ഷയോ? നെഹിന്ന് പറഞ്ഞ നെഹി. മുഖ്യമന്ത്രി സൂര്യനാണെങ്കിൽ വീണ വിജയൻ സൂര്യപുത്രിയാണല്ലോ. അച്ഛനെ കണ്ടുപഠിക്കുന്ന മിടുക്കിയായ മകൾ. ഒരാരോപണം വരുമ്പോൾ അത്രയും സഹികെടുമ്പോൾ അല്ലാണ്ട് എന്തെങ്കിലും ഇവിടെ മുഖ്യമന്ത്രി വാതുറന്ന് കമാന്നൊരക്ഷരം പറയണത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതേ പാതയിലാണ് മോളും. അണുവിട തെറ്റിട്ടില്ല. മാധ്യമങ്ങളോട് പറയാത്തത് പോട്ടേന്ന് വെക്കാം. ROC ചോദിച്ചപ്പോഴും ഒരു വാക്കും പറഞ്ഞിട്ടില്ല. ഈ ചോദ്യമൊക്കെ എന്തിനാണ് എന്നോട് ചോദിക്കണത്? ചോദ്യത്തിന് ക്ലാരിറ്റി ഇല്ല, ചോദ്യത്തിന്റെ വിശദാംശം വേണം എന്നൊക്കെയായിരുന്നു വീണ വിജയന്റെ ലൈൻ. ഓ, അച്ഛന്റെ മോള് തന്നെ. എക്സാലോജിക് CMRL ഇടപാടിൽ ROC റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പേര് വന്നുകൊണ്ട് പാർട്ടി ആകെ പെട്ടിരിക്കുകയാണെന്നാണ് പുറത്തുള്ള സംസാരം. നിങ്ങൾക്കൊന്നും മുഖ്യമന്ത്രിയെക്കുറിച്ച് ഒരു കാര്യവും പറയാനില്ല. അതുകൊണ്ടിരിക്കട്ടെ, ഇതങ്ങ് ചാർത്തി കൊടുക്കാം. ഇതൊന്നും നല്ല പത്രപ്രവർത്തനമല്ല കേട്ടോ. മാധ്യമപ്രവർത്തനം ഒന്നും ശരിയല്ല. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് മകൾക്കെതിരായ ROC റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരുമോ? ആ വാർത്ത റിപ്പോർട്ട് ചെയ്യോ? കഷ്ടം തന്നെ. ഇതിപ്പോ ഡാറ്റ വെച്ചിട്ടാണ് അവർ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ കാണായിരുന്നു റിപ്പോർട്ടിനെതിരെയും റിപ്പോർട്ട് വാർത്തയാക്കിയവർക്കെതിരെ ഒക്കെ കേസെടുത്ത് പേടിപ്പിച്ചേനെ. CPM ഉള്ള കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു കാര്യം CPM പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കൊന്നും പറയാനില്ല. നിങ്ങൾ ഈ ഇത്തരത്തിലൊരു മുഖ്യമന്ത്രിയെക്കുറിച്ച് നിങ്ങൾ പറയുന്നത് ഓർമ്മിച്ചോ? എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞത്? വീണ്ടും ഞങ്ങളുടെ ഈപ്പിനെ കൊണ്ട് ഇത് പറയിപ്പിക്കരുത്. കൂടുതൽ ആരോപണങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട. മുഖ്യമന്ത്രിയാണ്, ഓർത്തോണം. പിണറായി വിജയൻ നാടിന്റെ അജയൻ, നാട്ടാരക്കെല്ലാം സുപരിചിതൻ. പിണറായി വിജയൻ നാടിന്റെ അജയൻ, നാട്ടാരക്കെല്ലാം സുപരിചിതൻ. തീയിൽ കുരുത്തൊരു കുതിരയെ കൊടുങ്കാറ്റിൽ പറക്കും കഴുകനെ, മണ്ണിൽ മുളച്ചൊരു സൂര്യനെ മലയാള നാട്ടിൽ മന്നനെ. കൊടുക്കേണ്ട രേഖകളെല്ലാം പരിപൂർണമായും കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ കൃത്യമായൊരു അന്വേഷണം നടത്തട്ടെ. ഏത് അന്വേഷണമായാലും ഞങ്ങൾക്ക് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. ആവശ്യമായ രേഖകളൊന്നും തന്നിട്ടില്ല എന്ന് ROC പറയായിരിക്കും. ഞങ്ങൾക്ക് തോന്നിയ രേഖകളൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അന്വേഷണ ഏജൻസിയെ കാണിച്ച് പേടിപ്പിക്കാനൊന്നും നോക്കണ്ടട്ടാ. ഇതിലൊന്നും പേടിക്കുന്നവരല്ല ഞങ്ങളുടെ കോമ്രേഡ്സ്. പോലീസോ വേണമെങ്കിൽ പട്ടാളം തന്നെ വരട്ടടാ. എന്നാലും എല്ലാം കഴിഞ്ഞു എന്ന് കരുതി സമാധാനമായിട്ട് ഇരിക്കുമ്പോൾ ഇടപാടിനെ കുറിച്ച് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുന്നതൊക്കെ എന്തൊരു കഷ്ടമാണ്. മാസപ്പടി എന്താന്ന് പോലും അറിയാത്തവരല്ലേ ഇതിലേക്ക് വലിച്ചടിച്ചത്. പാവങ്ങള്. മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, മടിയിൽ കനമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി ആരോപണങ്ങളെ കുറിച്ചൊന്നും പറയാത്തത്. PV ആള് വേറെ ലെവലാണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? പക്ഷെ എല്ലാ കാലത്തും ഇങ്ങനെ മിണ്ടാണ്ടിരുന്നാല് ഇത് മുഖ്യമന്ത്രിയല്ല മുഖ്യമന്ത്രിയാണെന്നാണ് നാട്ടുകാർ പറയുക. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.